വീണ്ടും കാവ്യവൽക്കരണം. മധ്യപ്രദേശ് പാഠ്യപദ്ധതിയിലാണ് കാവ്യവൽക്കരണത്തിൻ്റെ നീക്കങ്ങൾ. സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇത് നടപ്പാക്കുമെന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞത്. വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സ്വാതി, എന്തൊക്കെയാണ് മധ്യപ്രദേശിലെ ഈ കാവ്യവൽക്കരണത്തിൻ്റെ പാഠ്യപദ്ധതിയിലെ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ? അജിൻഷാദ് രാജ്യമൊട്ടാകെ ബിജെപിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയടക്കം കടന്നു ചെന്നുകൊണ്ട് കാവ്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സമീപനം കാലങ്ങളായി ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമുക്കറിയാം, രാജ്യമൊട്ടാകെ ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വലിയ വിഷയം ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ബിജെപി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മധ്യപ്രദേശിൽ പാഠ്യപദ്ധതിയിൽ, അതായത് സ്കൂൾ കോളേജ് തലങ്ങളിലെ പാഠ്യപദ്ധതികളിൽ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും അടക്കം ആ വിവരങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഈ പാഠ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചത്. ഇതിൽ പറയുന്നത് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ സാംസ്കാരികപരമായ അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് അത്തരത്തിലൊരു ബോധം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് സൂചിപ്പിച്ചു പോകുന്നത്. മാത്രമല്ല, ഇതിനു പുറമെ രാംപദ് ഗമൻ, കൃഷ്ണപദ് ഗമൻ എന്നീ പദ്ധതികളും ഇത് സംബന്ധിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി NCERT പാഠപുസ്തകങ്ങളിലടക്കം ഈ ചരിത്രത്തെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് അടക്കമുള്ള പരാമർശങ്ങൾ വെട്ടിക്കളയുന്ന ഒരു സാഹചര്യം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും രാജ്യമൊട്ടാകെ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലം കൂടിയാണ്. വീണ്ടും ഇത്തരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും പാഠ്യപദ്ധതിയിലേക്ക് കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ BJPയുടെ അജണ്ട കൃത്യമായും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.